എങ്ങനെ മീം കോയിൻസ് ട്രേഡ് ചെയ്യാന്നുള്ളത്. ഡെക്ക് സ്ക്രീനറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ തന്നെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ബുള്ളക്സ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് ലിമിറ്റ് ഓർഡർ ഇതിനകത്ത് വെക്കാൻ പറ്റും. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇതിനകത്ത് തന്നെ ബൈ സെല്ലും ചെയ്യാൻ പറ്റും. ലിമിറ്റ് ഓർഡർ വെക്കുന്നത് തന്നെ ഭയങ്കര ഗുണമാണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഫീച്ചറാണ് ബബിൾ മാപ്പ്. ബബിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വാലറ്റൊക്കെ എന്താണ്, വാലറ്റ് ആക്ടിവിറ്റി എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ഒരു മീം കോയിൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, കണ്ടോ? അപ്പം ഇത് സസ്പീഷ്യസ് ആണ്. ഇതൊരു വലിയൊരു വാലറ്റിൽ തന്നെ എല്ലാ എമൗണ്ടും ഈ വാലറ്റിനകത്ത് കിടക്കുന്നത്. അപ്പം എന്തായാലും ഇത് മേടിക്കാൻ നോക്കരുത്. പിന്നെ ഇതിനകത്ത് ഹോൾഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഹോൾഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ടോപ്പ് 10 75% ഉണ്ട്. അതെന്തായാലും മേടിക്കരുത്. പിന്നെ ഇവരുടെ ഒരു ഓഡിറ്റ് ഇവർ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അത് സെക്യൂരിറ്റി നമുക്ക് പാസ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഇനി നമ്മളെങ്ങനെ കോയിന് ആക്ച്വലി ഇതിലോട്ട് വരുത്താൻ നോക്കാം. ഓക്കെ, നമ്മുടെ ഈ ഓരോ കോയിൻ എടുത്താലും അതിനൊരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അഡ്രസ്സ് ആക്ച്വലി കോപ്പി കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഒന്ന് സെർച്ചിൻ്റെ അവിടെ പോയിട്ട് പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഈ ഒരു കോയിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കോയിൻ ആക്ച്വലി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെവ് ബോട്ടും ഡെവ് സോൾഡൊക്കെ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റും. ഇവിടെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ കണ്ടോ, വലിയൊരു ഹോൾഡർ കണ്ടില്ലേ, അത് 69% ഡെവലപ്പർ തന്നെയാണ് മേടിച്ചത്. പുള്ളി ഇപ്പം തന്നെ റഗ് പുൾ അടിച്ച് കഴിഞ്ഞാൽ മുമ്പും നിങ്ങളെല്ലാവരും മുമ്പ് നല്ല രീതിയിൽ മുമ്പും. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു കോയിൻ മേടിക്കില്ലെന്ന് ഞാൻ പറയും. പിന്നെ ഇതിൻ്റെ ബൈ ഓപ്ഷൻ നിൽക്കുവാണെങ്കിൽ നിങ്ങളിവിടെ ഗ്യാസിൻ്റെ വരെ ഒരു ശ്രദ്ധ വേണം. ഇപ്പം ഗ്യാസിൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം വേണ്ടവർക്ക് ഈ സെറ്റിങ്സ് തന്നെ ഉപയോഗിക്കാം. കാരണം പൊതുവേ സൊളാന 0.01 ആയിരിക്കും. അതും മിക്കവാറും ഒരു ട്രാൻസാക്ഷൻ 170 രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവണം എന്ന് ഉണ്ടാവില്ല. പിന്നെ സെൽ സെറ്റിങ്സിലും സെയിം ഇത് തന്നെ വെക്കുക, 0.003001. ഓക്കെ, അതുപോലെ സ്ലിപ്പേജ് ഒരു 10-15 ഒക്കെ വെച്ചാൽ മതി. വെക്കണം ആക്ച്വലി 1-2 ഇടരുത്, 10 മിനിമം വേണം. പിന്നെ പ്രൊട്ടക്ഷൻ തുടക്കക്കാരാണെങ്കിൽ ഓണാക്കി ഇടുക, എന്താണെന്നറിയില്ലെങ്കിൽ ഓണാക്കി ഇടുക. പിന്നെ ബൈ പ്രൊട്ടക്ഷൻ്റെ അവിടെ പോയി ബൈ ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഇവിടെ എത്ര സൊളാനയാണോ അത് അടിക്കുക. കണ്ടോ, ഇവിടെ എത്രയാണെന്ന് വെച്ചാൽ അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. ഓക്കെ, എൻ്റെ ഞാൻ ഉദ്ദേശിച്ച ഗുണം എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ അവിടെ നമുക്ക് ആക്ച്വലി ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് 50% ആകുമ്പം 100% ആകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 50% കോയിൻസ് വെക്കുക. അങ്ങനൊരു സ്ട്രാറ്റജി നമുക്ക് ആക്ച്വലി ഇരിക്കുക. നമ്മൾ വെറുതെ കോയിൻ കണ്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 26% കുറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി 100% വെക്കുക. തുടക്കക്കാരാണെങ്കിൽ എന്തായാലും പേപ്പർ ട്രേഡ് നടത്തുക. നേരിട്ട് പോയി ബൈ സെല്ല് ചെയ്യാൻ പാടില്ല. ബുള്ളക്സിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ അത്യാവശ്യം നൈസാണ്. ഇപ്പം ഇത് നമ്മൾ പംപുഷനോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂലി ക്രിയേറ്റഡ് ആയിട്ടുള്ളതും എബൌട്ട് ടു ഗ്രാജുവേറ്റിലോട്ട് പോയിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ പംപുഷനിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ ഡെക്ക് സ്ക്രീനിലോട്ട് കാണിക്കുന്നതാണ് എബൌട്ട് ടു ഗ്രാജുവേറ്റ് വരുന്നത്. ഗ്രാജുവേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെക്ക് സ്ക്രീനിൽ കാണിക്കും. നമുക്ക് മൂന്നും ഒരുമിച്ച് കാണാൻ പറ്റും. ഓക്കെ, അതനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആക്ച്വലി ഞാനൊരു ഫിൽറ്റർ ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ 2-3 ഫിൽറ്റർ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്ത് സെയിം ഫിൽറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും. കണ്ടോ, ഞാൻ കുറച്ച് നേരം വെച്ച് തരാം. ഇത് ഇങ്ങനെ ഇടുവാണെങ്കിൽ മാക്സിമം കുറച്ചുള്ള റഗ്സൊക്കെ ഇങ്ങനെ കുറേ റഗ് പുള്ളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അപ്പം നമ്മളെപ്പോഴും ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ചെയ്തിട്ടുള്ള എല്ലാ ട്രേഡിലും ഒരു ലിമിറ്റ് ഓർഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് -35 ആകുമ്പോൾ 100% സെല്ല് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കുക 100%, 50% സെല്ല് ചെയ്യുക 100% ആകുമ്പോൾ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോപ്പി ചെയ്ത് സെയിം സാധനം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാൻ പറയാത്തൊരു കാര്യം ഞാൻ വിട്ടുപോയതാണ്. നമ്മുടെ ഇതിനകത്ത് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തൊരു വാലറ്റ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യണം. ആകെപ്പാട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഡ് ഫണ്ട് അടിച്ച് നമ്മുടെ വാലറ്റിലോട്ട് പൈസ കൊണ്ടുവരിക, എന്നിട്ട് നമുക്ക് സാധാ പോലെ ട്രേഡ് ചെയ്യാൻ പറ്റും.